സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FMലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി 16 കൊല്ലവർഷം 1200 കുംഭം 4 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പരുത്തിയൂർ മത്സ്യബന്ധന തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക്. പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് സർഗസംഗമം സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ ആംബുലൻസ് നിരക്ക് ഏകീകരിച്ചു. ചിമ്മിണ്ടി ശ്രീനീലകേശി ക്ഷേത്ര മഹോത്സവം ഫെബ്രുവരി 14 മുതൽ 23 വരെ. പൊറ്റേൽക്കട സ്നേഹശൃംഖലയിൽ തീർത്ഥയാത്ര വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. കമുകിൻകോട് വിശുദ്ധ അന്തോണീസ് ദേവാലയ തിരുനാൾ 18 മുതൽ. വാർത്തകൾ വിശദമായി. പരുത്തിയൂർ മത്സ്യബന്ധന തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക്. പൂവാർ മുതൽ കൊല്ലങ്കോട് വരെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസം. പരുത്തിയൂർ മത്സ്യബന്ധന തുറമുഖ നിർമ്മാണത്തിന് തുടക്കമിട്ടതോടെ തീരദേശം പ്രതീക്ഷയിൽ. 10,000-ഓളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന പൂവാർ മുതൽ കൊല്ലങ്കോട് വരെ നീളുന്ന പ്രദേശമാണിത്. പ്രതികൂല കാലാവസ്ഥയിലടക്കം ബോട്ട്, വള്ളം എന്നിവ ഇറക്കാൻ തുറമുഖമില്ലാത്തതിനാൽ മത്സ്യത്തൊഴിലാളികൾ സംസ്ഥാനത്തെ മറ്റു തുറമുഖങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. 3 ഘട്ടങ്ങളിലായി നിർമ്മിക്കുന്ന തുറമുഖത്തിന് 324 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യഘട്ട നിർമ്മാണത്തിനായി 5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പൊഴിക്കരയ്ക്ക് സമീപം 65 മീറ്റർ ദൂരമാണ് പദ്ധതി പ്രദേശം. ഇത്രയും ദൂരം കല്ല് അടുക്കിയ ശേഷം തിരയടി തടയാൻ ടെട്രോ പാഡുകൾ സ്ഥാപിക്കലായിരിക്കും 1ാം ഘട്ടത്തിലെ പ്രധാന ജോലി. ആദ്യഘട്ട നിർമ്മാണം കഴിയുന്നതോടെ കൂടുതൽ പ്രദേശത്ത് തീരം ലഭ്യമാകും. പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് സർഗസംഗമം സംഘടിപ്പിച്ചു. പാറശാല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭിന്നശേഷി കുട്ടികളുടെ കലാമേള സർഗസംഗമം കവി വിനോദ് വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് SK ബെൻഡാർവിൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ CA ജോസ്, ലോറൻസ്, ഗീത സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A അൽവേഡിസ, ജില്ലാ പഞ്ചായത്ത് അംഗം സൂര്യ S പ്രേം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ ആംബുലൻസ് നിരക്ക് ഏകീകരിച്ചു. സംസ്ഥാനത്തെ ആംബുലൻസ് മിനിമം നിരക്ക് ഏകീകരിച്ച് 600 മുതൽ 2,500 രൂപ വരെയാക്കി ഗതാഗത വകുപ്പ് ഉത്തരവിറക്കി. ക്യാൻസർ ബാധിതർക്കും 12 വയസ്സിന് താഴെയുള്ളവർക്കും കിലോമീറ്ററിന് 2 രൂപയും BPL വിഭാഗത്തിലുള്ളവർക്ക് 20% ഇളവ് നൽകണം. ICU സപ്പോർട്ടുള്ള D ലെവൽ ആംബുലൻസിൻ്റെ മിനിമം ചാർജ് 20 കിലോമീറ്ററിന് 2,500 രൂപയാക്കി നിശ്ചയിച്ചു. C ലെവൽ ട്രാവലർ ആംബുലൻസിന് 1,500 രൂപയാകും. B ലെവൽ നോൺ AC ട്രാവലറിന് 1000 രൂപയും ഈടാക്കാം. A ലെവൽ AC ആംബുലൻസുകൾക്ക് 800 രൂപ ഈടാക്കാം. A ലെവൽ നോൺ AC ആംബുലൻസുകൾക്ക് 600 രൂപയും ചാർജ് ചെയ്യും. നിരക്ക് ആംബുലൻസിൽ പ്രദർശിപ്പിക്കണം. ചിമ്മിണ്ടി ശ്രീനീലകേശി ക്ഷേത്ര മഹോത്സവം ഫെബ്രുവരി 14 മുതൽ 23 വരെ. ഉത്സവത്തോടനുബന്ധിച്ച് 16 ഞായറാഴ്ചയും 23 ഞായറാഴ്ചയും സരസ്വതി ഹെൽത്ത് കെയർ പ്രൊമോഷൻസ് നേതൃത്വം നൽകുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതാണ്. പൊറ്റേൽക്കട സ്നേഹശൃംഖലയിൽ തീർത്ഥയാത്ര വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ശാന്തിഗിരി ആശ്രമ സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരു 1996 ഫെബ്രുവരി 13 കന്യാകുമാരിയിൽ നിന്നും പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലേക്ക് നടത്തിയ തീർത്ഥയാത്രയുടെ 29ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി പാറശാല പൊറ്റേൽക്കട സ്നേഹശൃംഖലയിൽ നടന്ന വാർഷിക സമ്മേളനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VR സലൂജ ഉദ്ഘാടനം ചെയ്തു. ശാന്തിഗിരി ആശ്രമം പ്രസിഡന്റ് സ്വാമി ചൈതന്യജ്ഞാന തപസ്സി മുഖ്യപ്രഭാഷണം നടത്തി. കമുകിൻകോട് വിശുദ്ധ അന്തോണീസ് തീർത്ഥാടന ദേവാലയത്തിലെ തിരുനാൾ 18 രാവിലെ 6:15 നടക്കുന്ന പ്രഭാത ദിവ്യബലിയോടെ ആരംഭിക്കും. മാർച്ച് 2 സമാപിക്കും. എല്ലാ ദിവസവും രാവിലെ 6:15 പ്രഭാത ദിവ്യബലിയും വൈകിട്ട് 6 സമൂഹ ദിവ്യബലിയും നടത്തും. 23 രാവിലെ 10 പ്രവാസി സംഗമം BJP നേതാവ് V മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 2 വൈകിട്ട് 5:30 കൊടിയിറങ്ങും. കൗതുക വാർത്തകൾ. ജിയോ ഹോട്ട്സ്റ്റാർ ലയനം. കൂടുതൽ സിനിമ, കൂടുതൽ സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം പ്രവർത്തനം ആരംഭിച്ചു. 50 കോടിയിലധികം ഉപഭോക്താക്കളോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ OTT പ്ലാറ്റ്ഫോം. ലയനത്തോടെ ജിയോയും ഡിസ്നി ഹോട്ട്സ്റ്റാർ മിനി 1. ഹോട്ട്സ്റ്റാറിലെ സിനിമകളും സീരീസുകളും IPL പോലുള്ള സ്പോർട്സ് പരിപാടികളുമെല്ലാം ഇനി ജിയോ വരിക്കാർക്കും ലഭിക്കും.
കായികം. വനിതാ പ്രീമിയർ ലീഗ് 2020 മൂന്നാം സീസൺ. വയനാട്ടിൽ നിന്നുള്ള 3 ഓൾറൗണ്ടർമാർ കേരളത്തിൻ്റെ മേൽവിലാസമായി വനിതാ പ്രീമിയർ ലീഗിൻ്റെ മൂന്നാം സീസണിലുണ്ട്. ഡൽഹി ക്യാപിറ്റൽസ് ടീമംഗം മിന്നുമണി മൂന്നാം WPL സീസണിൽ ഇറങ്ങുമ്പോൾ സജന സജീവന് മുംബൈ ഇന്ത്യൻസിനൊപ്പം രണ്ടാം സീസൺ ലെഗ് സ്പിന്നർ ആശാ ശോഭന പരിക്കേറ്റ് പുറത്തായതിൻ്റെ നിരാശ മായ്ക്കാൻ ബംഗളൂരു ടീമിൻ്റെ പേസ് ബോളിംഗ് നിരയിലേക്ക് മലയാളിയായ വിജെ ജോഷിതയും എത്തി. കഴിഞ്ഞ മാസം അണ്ടർ-19 വനിതാ 2020 ലോകകപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ ടീമിൽ തിളങ്ങിയ 18-കാരി ജോഷിതയ്ക്ക് WPLലെ അരങ്ങേറ്റമാണിത്. ഇത്തവണത്തെ താരലേലത്തിൽ 10 ലക്ഷം രൂപയ്ക്കാണ് ജോഷിതയെ ബാംഗ്ലൂർ ടീമിൽ എത്തിച്ചത്. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയ്കുമാർ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം ഉള്ളൻകാലിലെ കട്ടികളും ആണിരോഗവും എന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഉള്ളൻകാലിൽ വരുന്ന ചെറിയ ചെറിയ വേദനയുള്ള ചർമ്മത്തിലെ കട്ടികളാണ് ആണിരോഗം എന്നറിയപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉള്ളൻകാലിൽ ആണിരോഗം വരാം. പ്രമേഹ രോഗികളിൽ ചർമ്മം കട്ടിയാവുന്ന കാലസ് അഥവാ കലോസിറ്റി വരാം. തൊലിയിലെ നിറം നൽകുന്ന മെലാനിൻ പിഗ്മെന്റിൽ നിന്നുള്ള വളരെ ഗൗരവമായ മാലിഗ്നന്റ് മെലനോമ എന്ന മുഴയുണ്ടാകാം. അങ്ങനെ വളരെ മുഴകൾ ഉള്ളൻകാലിലുണ്ടാകാം. അതിലേതാണ് പ്രാധാന്യമുള്ളത്, ഇല്ലാത്തതെന്നൊക്കെ നോക്കാം. ആദ്യം ആണിരോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളൻകാലിലെ ചർമ്മം പുറം പാളി വളരെയധികം കട്ടിയുള്ളതും അകത്തെ പാളി കട്ടി കുറഞ്ഞതുമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം തറയിൽ ചവിട്ടി നടക്കാൻ സഹായിക്കാനാണ് ഈ പ്രത്യേകത ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ കട്ടിയുള്ള ചർമ്മത്തിൻ്റെ ഒരംശം ഉള്ളിലേക്ക് വളരുന്നതാണ് ആണിരോഗം എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു മുള്ളു കൊള്ളുകയോ മറ്റ് കുഞ്ഞ് മുറിവുകൾ വരികയോ അല്ലാതെ തന്നെയോ ഇത് സംഭവിക്കാം. ഈ കോൺഫുട്ട് അഥവാ ആണിരോഗം എന്ന് പറയുന്നത് വളരെയധികം വേദനയുള്ളതും ഒന്നിലധികം സ്ഥലത്ത് വരുന്നതുമാണ്. അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ആ കട്ടിയുള്ള ഭാഗം അതിൻ്റെ വേരോടെ അല്ലെങ്കിൽ ആണിയുടെ അറ്റത്തോടെ നീക്കം ചെയ്യുകയും ആ മുറിവ് താനെ ഉണങ്ങാൻ അനുവദിക്കുകയോ അല്ലെങ്കിൽ തയ്യലിട്ട് ഉണക്കുകയോ ചെയ്യുകയാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് കലോസിറ്റി അഥവാ കാലസ് എന്ന് പറയുന്നത്. ഒരു പ്രമേഹ രോഗിക്ക് ചർമ്മത്തിലെ അല്ലെങ്കിൽ പാദത്തിലെ സ്പർശനശേഷി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ന്യൂറോപ്പതി എന്ന അവസ്ഥയിൽ എല്ലുകൾക്ക് സ്ഥാനഭ്രംശം സംഭവിച്ച് മസിലുകൾ ശോഷിച്ച് ചില പ്രത്യേക ഭാഗത്ത് മർദ്ദം കേന്ദ്രീകരിക്കുമ്പോൾ അവിടെയുള്ള കട്ടിയുള്ള തൊലിയിൽ ആ ഭാഗത്തെ തൊലി കൂടുതൽ കട്ടിയാകുന്നതാണ് കലോസിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ അപകടം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത ഒട്ടും വേദന കാണുകയില്ല എന്നുള്ളതാണ്. ആണിരോഗത്തിന് സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാകുമ്പോൾ ഇതിന് വേദനയെ കാണുകയില്ല. അങ്ങനെ വരുമ്പോൾ രോഗി ഇതിൻ്റെ പുറത്ത് ചവിട്ടി നടന്നുകൊണ്ടേയിരിക്കും. ഈ കട്ടിയുള്ള കാലസ് ഞെങ്ങി അമർന്ന് അതിൻ്റെ അടിയിലുള്ള മൃദുലമായ ഭാഗത്തിന് കേടുപറ്റി അവിടെ ബ്ലീഡിംഗ് ഉണ്ടായി അവസാനം ആ കലോസിറ്റി അടർന്നു പോവുകയും ഒരു അൾസറായി മാറുകയും ചെയ്യുന്നു. ഇത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരവസ്ഥയാണ്. ഇനി മൂന്നാമത് അപൂർവമായി കാണുന്ന മുഴകളാണ്. അതിലേറ്റവും പ്രധാനം കാലിലുണ്ടാകുന്ന കറുത്ത പാടുകൾ. നിസ്സാരമാണെന്ന് നമ്മൾ ആദ്യം കരുതും. അത് മാസങ്ങളായി ഇരുന്ന് വളർന്ന് അതൊരു പുണ്ണായി മാറുന്നു. അത് വളരെ അപൂർവമാണെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിൻ്റെ പേര് മാലിഗ്നന്റ് മെലനോമ എന്നതാണ്. തൊലിയിലെ കറുത്ത നിറം നൽകുന്ന സെല്ലുകളിൽ നിന്ന് വളരുന്ന ഒരുതരം ക്യാൻസറാണ് അത്. പക്ഷേ അത് കേട്ട് പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. വളരെ അപൂർവമാണ്. അതിനങ്ങനെ പാടുകൾ കറുത്ത നിറത്തിൽ മാറാതെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഇനി ഒട്ടനവധി പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ഉള്ളൻകാലിൻ്റെ അല്ലെങ്കിൽ ഉപ്പൂറ്റിയുടെ ഭാഗത്തെ ചർമ്മം വിണ്ടു കീറുക തുടങ്ങിയ ഇനിയും കൊച്ചു കാര്യങ്ങൾ പറയുവാനുണ്ട്. സമയപരിധി മൂലം നിർത്തുന്നു. അടുത്തൊരു വിഷയമായി
അടുത്ത ആഴ്ച കാണുന്നത് വരെ നന്ദി, നമസ്കാരം. നാളത്തെ പ്രധാന OP വിവരം. സർജൻ ഡോക്ടർ SK അജയ്കുമാർ രാവിലെ 9 മുതൽ 12 വരെ. ഗൈനക് ഡോക്ടർ ബിന്ദു അജയ്കുമാർ ആൻഡ് ഡോക്ടർ പ്രിയദർശിനി രാവിലെ 10 മുതൽ 12:30 വരെ, വൈകിട്ട് 4 മുതൽ 6 വരെ. പീഡിയാട്രിഷ്യൻ ഡോക്ടർ ബിനൂപ് രാവിലെ 9 മുതൽ 12:30 വരെ. ഡോക്ടർ ഷെബിൻ വൈകിട്ട് 6:30 മുതൽ 7:30 വരെ. നെഫ്രോളജി ഡോക്ടർ വിഷ്ണു ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ 3:30 വരെ. പൾമണോളജി ഡോക്ടർ സന്ദീപ് ഉച്ചകഴിഞ്ഞ് 3 മുതൽ 4:30 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻറ്റ്സിനും വിളിക്കൂ 047122019898 ഓർ 9072442098. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം മാലിഗ്നൻ മെലനോമ എന്ന ചർമ്മത്തിലെ ക്യാൻസർ സൂര്യപ്രകാശം അല്ലെങ്കിൽ അൾട്രാവയലറ്റ് രശ്മികൾ കൊണ്ട് വരാമെന്നും കരുതപ്പെടുന്നു. ഈ പ്രത്യേക സ്കിൻ ക്യാൻസർ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരങ്ങൾ ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് യൂട്യൂബിൽ കമന്റായി നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരുന്നത് വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം കൊണ്ട് കേൾക്കൂ.